ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റമദാൻ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ തീർന്നിട്ടുണ്ടാവും എന്നറിയാം. ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മക്കളൊക്കെ അതേ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷമാണ് നമ്മളിവിടെ റമദാൻ ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അവർ പോയപ്പോൾ എൻ്റെ ചെറിയ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മുറ്റത്തൊന്ന് ഓടിച്ച് കളിക്കലായിരുന്നു. അതൊക്കെ കഴിഞ്ഞതേ അകത്തൊക്കെ കയറി നമ്മൾ ഇവനുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗവും ഒരുമിച്ചൊന്നും ക്ലീൻ ചെയ്യലൊന്നും നടക്കില്ല. ഓരോ ഭാഗം ക്ലീൻ ചെയ്യലേ നടക്കുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ വലിയ ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളത് ക്ലീനിങ് ഒക്കെ തീരും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ പെട്ടെന്ന് തന്നെ ഞാൻ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ കർട്ടൻസൊക്കെ ഊരി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോഴൊക്കെ നമ്മുടെ ക്ലീനിങ് ഒക്കെ തീരുമ്പോഴേക്കും കർട്ടനൊക്കെ ഉണങ്ങി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതാണ് ആദ്യം ചെയ്യണത്. എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ എൻ്റെ മോനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവന് അതേ കൂടെ തന്നെ ഉണ്ട്, എല്ലാ കാര്യത്തിനും ഉണ്ട് കേട്ടോ. ആളെല്ലാ വികൃതി ഒപ്പിക്കേണ്ട ഇടയിലൊക്കെ ഇരുന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് 2 ജനലിൻ്റെയും കർട്ടനും കൂടെ എല്ലാം ഊരി റെഡിയാക്കലാണ് കേട്ടോ. അപ്പോൾ കയ്യോടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അലക്കലാണ് കേട്ടോ. അപ്പം രാവിലത്തെ വെയിലോട്ട് പെട്ടെന്ന് നമ്മൾ പണി കഴിയുമ്പോഴേക്കും ക്ലീനിങ് എല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഇട്ട് റെഡിയാക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയി വാഷ് ചെയ്യലാണ് കേട്ടോ. വാഷ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ ഇത് വിരിച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ഉച്ച സമയം നല്ല വെയിലാണ്, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പോൾ എൻ്റെ ഗേറ്റിൽ മുകളിലായിട്ടാണ് കേട്ടോ കർട്ടൻസൊക്കെ നന്നായിട്ട് വിരിച്ചിടുന്നത്. പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും, അതുകൊണ്ടാണ് ഇവിടെ തന്നെ ഇടുന്നത്. അങ്ങനെ കർട്ടൻസൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വിരിച്ചിട്ടതിന് ശേഷം ജനലുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യലാട്ടോ. നമ്മൾ പൊടിയൊക്കെ തട്ടുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നിന്ന് കറങ്ങണ്ടല്ലോ പൊടികളെന്ന് വിചാരിച്ച് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടു. അതിന് ശേഷം നമുക്കിവിടെ ഒരു പാർട്ടീഷൻ ഉണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ഞാൻ അവിടെ നാച്ചുറൽ പ്ലാന്റ്സ് കുറച്ച് വെച്ചിട്ടുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഈ അകത്തൊക്കെ എന്താ പറയുക പ്ലാന്റ്സൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ എവിടെ നോക്കിയാലും പ്ലാന്റ്സ് കാണും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് നനച്ചിട്ട് വെയിലൊന്ന് കൊള്ളിക്കാമെന്ന് വിചാരിച്ച് എല്ലാം കൂടെ ഒന്ന് സിറ്റ് ഔട്ടിലോട്ട് കൊണ്ടുവെക്കലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉഷാറാവും ചെയ്യുമല്ലോ, നമ്മൾ പണിയൊക്കെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പം വീണ്ടും തിരിച്ച് വെക്കാമല്ലോ. അപ്പോൾ അതിന് ഏകദേശം നമ്മൾ സിറ്റ് ഔട്ടിലോട്ടൊക്കെ വെയിൽ വരും കേട്ടോ. അപ്പോൾ ഇതേ അതൊക്കെ വെച്ചു. പിന്നെ നമ്മുടെ TV വേറെ സ്ക്രൂ ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ അവിടെ തന്നെ വെച്ചിരിക്കണമായിരുന്നു. അത് ഞാൻ ഇതേ ബാക്കിൽ ടേബിളുണ്ട് കേട്ടോ, നമ്മുടെ ഡൈനിങ് ഏരിയ ബാക്കിലായിട്ടാണ് വരുന്നത്. അവിടേക്ക് മാറ്റുന്നുണ്ട്. കാരണം അത് ആ ഭാഗം കൂടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെ ഒരുപാടായിട്ട് ആ TV ഒക്കെ മാറ്റിയിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മാറാലേക്കൊന്ന് തട്ടിലായിരുന്നു കേട്ടോ. ഈ വർക്ക് ചെയ്ത അതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മാറല ചെറുതായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ പൊടി തട്ടിയെടുക്കലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആ സീലിങ്ങിൻ്റെ അകത്ത് നന്നായിട്ട് മാറാമ്പലുണ്ടായിരുന്നു, അതും കളഞ്ഞു. പിന്നെ ജനലിലെല്ലാം ചെറിയ മാറാമ്പലും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തട്ടിക്കളയലാണ്. നമ്മുടെ ഈ ഭാഗത്ത് നന്നായിട്ട് കാറ്റും ഒക്കെ ഉള്ളത് കാരണം കൊണ്ട് തന്നെ വേഗം പൊടി അകത്തോട്ട് കയറും കേട്ടോ. അതുകൊണ്ട് തന്നെ ജനലിലും വാതിലിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ തട്ടുമ്പോൾ തന്നെ ഞാൻ ഇത്രയും ശ്രദ്ധയിൽ വിട്ടിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ നല്ല ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങുമ്പോഴാട്ടോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതേ ഞാനൊരു 1/4 ഭാഗം ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മുടെ ലൈസോൾ ഉണ്ടല്ലോ തറയൊക്കെ തുടക്കണേ ആ ഒരു ലിക്വിഡും അതുപോലെ തന്നെ വിനേഗറും പിന്നെ പുൽത്തൈലവും ഉണ്ടല്ലോ നല്ല സ്മെല്ലിന് വേണ്ടി പുൽത്തൈലവും കൂടെ എടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈ വെള്ളം മിക്സാക്കുന്ന ഇടയിൽ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് ആൾ അപ്പോൾ അവൻ ഓടി വരുന്നായിരുന്നു വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇതിവിടെ വെച്ചാൽ അതിലിട്ട് കളിച്ച് ആകെ തറയിലൊക്കെ നിറയെ വെള്ളം പോകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്ലാന്റൊക്കെ വെക്കുന്ന സ്റ്റൂൾ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളാകെ അന്തം വിട്ട് നോക്കണേണ്. അപ്പോൾ ഇതേ ഞാനൊരു നല്ലൊരു ഫാബ്രിക് എടുത്തിട്ട്, അതായത് നമ്മൾ വെള്ളവും ചെളിയൊക്കെ വലിച്ചെടുക്കുന്ന ടൈപ്പ് ഫാബ്രിക് ആയിരുന്നു കേട്ടോ നമ്മൾ തുടച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊടിയും ചെളിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ ഞാൻ TV വെച്ച ഭാഗം നട്ടോ ആദ്യം തന്നെ തുടക്കണം. കാരണം TV വെച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് തുടച്ച് പോകാമെന്നല്ലാതെ ഇതുവരെയായിട്ട് TV മാറ്റിയിട്ട് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അത് മാറ്റിയപ്പോഴാണ് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളത് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം മൊത്തം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കലാണ് കേട്ടോ. കാരണം എപ്പോഴെപ്പോഴും ഞാൻ ഈ ഭാഗം തുടക്കാറില്ല. എന്തെങ്കിലും ഇപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഞാൻ ഇവിടെ തുടച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഇവിടെ എപ്പോഴും കാറ്റായതുകൊണ്ട് തന്നെ നമ്മൾ ഹോളിലോട്ടൊക്കെ പെട്ടെന്ന് പൊടിയൊക്കെ കയറി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ
ഷെൽഫിലും ജനലിലും ഒക്കെ നല്ല പൊടിയായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടോ. തുണിയൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ഇരിക്കുന്ന ഒരു ബെഞ്ച് പോലത്തെ സംഭവം കൊണ്ടിട്ട് ഇവിടെ നമ്മൾ സിറ്റ് ഔട്ട് ബെഞ്ച് ഉണ്ടല്ലോ, അത് നമ്മൾ ഹോളിലാണ് ഇടുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കലാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊന്നും എന്താ പറയുക പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ബാക്കിലായിരുന്നിട്ട് നല്ല പൊടി. കാരണം നമ്മൾ കാണാത്ത ഭാഗത്താണല്ലോ പൊടികളൊക്കെ ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് ഫുഡ് എന്തെങ്കിലും അവരിരുന്ന് കഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ തുടച്ചെടുക്കുന്നുണ്ടാവും. ഫ്രണ്ട് ഭാഗത്തൊന്നും ഒരു പ്രശ്നമില്ല, ബാക്കിൽ നല്ല പൊടിയായിരുന്നു. ആ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തു കേട്ടോ. ഇത് നമ്മുടെ ബെഞ്ചൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് അങ്ങോട്ട് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ജനൽ ക്ലീൻ ചെയ്യലാണ്. അത് നല്ലൊരു പണി തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ജനൽ വെച്ചവർക്കൊക്കെ ഈ നോമ്പുമണിയിൽ ഡീപ്പ് ക്ലീനൊക്കെ ചെയ്യുമ്പോൾ നല്ല പണിയാണ് കിട്ടുക. കാരണം ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പകുതി മുക്കാൽ ഭാഗം ഇങ്ങനത്തെ ജനലാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ലിവിങ് റൂം ഓരോ ഭാഗം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. മൊത്തത്തിൽ അങ്ങോട്ട് പണി ചെയ്യുമ്പോൾ നല്ലൊരു പണി കിട്ടൂട്ടോ ഇങ്ങനെ ഈ ജനൽ ക്ലീൻ ചെയ്തെടുക്കും. സമയം എടുത്തിട്ടാണെങ്കിലും നമ്മുടെ ജനലൊക്കെ മൊത്തത്തിൽ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിലും എന്തായാലും ഒരു ലൈക്കെങ്കിലും നിങ്ങൾ തരിക. ചെറിയൊരു ഹാർട്ടെങ്കിലും ഒരു സ്റ്റിക്കറെങ്കിലും നിങ്ങളൊരു കമൻറ്റിൽ ഇടണം കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമാവും. ഇനിയും വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഇടണം കേട്ടോ, മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ കർട്ടൻ്റെ കമ്പിയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിറയെ പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതും ഇടയിൽ വെക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഇപ്പം മൊത്തത്തിൽ നമ്മുടെ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രണ്ടിലെ ജനലൊന്ന് ക്ലീൻ ചെയ്യാൻ പോലെ കേട്ടോ. ഈ ജനൽ സിമ്പിളായിരുന്നു കേട്ടോ. ഇങ്ങനെ നീളത്തിനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലീനിങ്, ഈ ജനലിലെ ക്ലീനിങ് പെട്ടെന്ന് തീർന്നു കേട്ടോ. അല്ലെങ്കിലും എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇത് ചെറിയ മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ജോലികളെല്ലാം മൊത്തം എടുക്കാതെ ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് തിരിച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം നമുക്ക് രാവിലെ തുടങ്ങിയാലും ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ ആ പണി അങ്ങോട്ട് തീരും. അതുപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മളെ പണി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ക്ഷീണവും വരും, പിന്നെ വേറൊരു ജോലി എടുക്കാൻ പറ്റാതെയും. അതുകൊണ്ട് തന്നെ ചെറിയ മക്കളില്ലവരും അല്ലെങ്കിൽ ജോലിക്ക് പോണവരും അല്ലെങ്കിൽ ഞായറാഴ്ച ചെയ്യുന്നവരൊക്കെ സമയമുള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഓരോ പാർട്ടീഷനായിട്ട് തിരിച്ചിട്ടാട്ടോ ജോലികളൊക്കെ ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ക്ഷീണവും ഒന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാ പണിയുടെ കൂടെ തന്നെ നമ്മുടെ ഈ ജോലികളും അങ്ങനെ തീരണമായിട്ടോ ചെയ്തത്. അപ്പോൾ ഇതേ നമ്മൾ പുറത്ത് സിറ്റ് ഔട്ടിലെ ഭാഗത്തുള്ള ആ ജനലിൻ്റെ പാളികളും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാക്കി ജനൽ പാളികളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ലിവിങ്ങിൽ തന്നെ ഒരു ഭാഗത്ത് ജനൽ പാളി ഞാൻ നന്നായിട്ടൊന്ന് തുടച്ചിട്ടില്ല. അത് നമ്മൾ പുറത്ത് നിന്ന് പുറം പണി ചെയ്യുമല്ലോ നമ്മൾ, ആ പണിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ. അപ്പം അത് റെഡിയാക്കാമെന്ന് വിചാരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെയിലത്ത് അവിടേക്ക് ഇറങ്ങണം, അങ്ങനെയില്ല. അവർ കല്യാണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വെയിലൊക്കെ ആറിയതിന് ശേഷം നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നോമ്പ് മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ആദ്യം ലിവിങ് റൂം, പിന്നെ ഡൈനിങ് ഏരിയ, പിന്നെ നമ്മളെ റൂംസ്, പിന്നെ അടുക്കള, അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പണി പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും. എന്താ പറയുക, ഒരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഈ ജനലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ വാതിലും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് വെള്ളത്തിൽ മുക്കിയിട്ട്. ഈ വാതിൽ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രണ്ട് ഡോർ എപ്പോഴും തുടച്ചെടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ പൊടിയും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഡോറിൻ്റെ ബാക്കിലും കൂടെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കലാണ് കേട്ടോ. കാരണം ഈ ഭാഗത്തും അത്യാവശ്യം പൊടിയൊക്കെ വരുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കലാണ്. അപ്പോൾ നമ്മുടെ മൊത്തത്തിലില്ല എന്താ പറയുക, തുടയും കാര്യങ്ങളെല്ലാം ക്ലീനിങ് ഒക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇനി നമ്മുടെ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ, ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വലിയ മോശമൊന്നും ആയിട്ടില്ലെങ്കിലും മക്കളെ ചെറിയ കുഞ്ഞു വിരലുകളൊക്കെ എല്ലാം പാടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ഇടുന്ന പാടുകളും ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ തുണി വെച്ചിട്ട് തന്നെ നന്നായിട്ട് തുടച്ചെടുത്തപ്പോൾ തന്നെ അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഭാഗത്ത് കുറച്ച് എൻ്റെ മോൻ്റെ അടുത്ത് ചായ കൂട്ടിയിട്ട് ചെറിയൊരു കറ പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് പോകുന്ന ശ്രമിച്ച് നോക്കില്ല കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ അത് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറേ നേരം നിൽക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വെള്ളത്തിൻ്റെ നിറം കണ്ടെന്നുണ്ടെങ്കിൽ നല്ല കറുത്ത നിറത്തിലായിട്ടുണ്ട്. എല്ലാ പൊടിയും കൂടെ ആയപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം കളർ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റൂൾ പോലെ ഈ സംഭവം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് ജോലി ചെയ്താലേ തുള്ളി വെള്ളം പോലും കുടിക്കാതെ ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ ദേ ഞാൻ അതിൻ്റെ തലേ ദിവസം പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞൊരു വെള്ളരി ഉണ്ട് കേട്ടോ. അത് വെള്ളരി പോലെയാണ് കാണാൻ. അപ്പോൾ അത് പഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടി കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഈ സംഭവം ഇങ്ങനെ ആക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിലെ ഇതുപോലത്തെ സാധനങ്ങൾ എടുത്തിട്ട് നമ്മളൊരു ടിന്നിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ആവശ്യത്തിന് അടിച്ച് കുടിക്കലായിട്ട് ചെയ്യൽ. അപ്പോൾ ഞാനത് അങ്ങനെ ആക്കി വെച്ചതാണ്. അതൊരു 4 സ്പൂൺ ചേർത്തിട്ട് അതിലോട്ട് നമ്മൾ ഈ ഈന്തപ്പഴം ഉണ്ടല്ലോ, ഈന്തപ്പഴം അരച്ചതാണ് ഇത്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവറിന് കിട്ടാൻ വേണ്ടിയിട്ട്. ചിലർക്ക് വെള്ളരിൻ്റെ ടേസ്റ്റൊന്നും വലിയ ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവർ വേറെ എന്തെങ്കിലും ഫ്ലേവറൊക്കെ കൂട്ടി ഈ എന്താ പറയുക നല്ല വെയിലൊക്കെ ഉള്ള ഈ നല്ല ചൂടുള്ള ടൈമിന് ഈ വെള്ളരി കുടിക്കണം നല്ലതാണ്. നല്ല ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും എന്നാണ് പറയൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഈന്തപ്പഴം കൂടെ കൂട്ടി അരക്കലാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും കൂടെ കൂട്ടി ജ്യൂസ് കുടിക്കണത് എല്ലാത്തിലോട്ടും ഈന്തപ്പഴത്തിൻ്റെ അത് ചേർക്കാൻ ശ്രമിക്കലുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാവാനൊക്കെ അത് നല്ലതാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്തത് നമ്മുടെ മിൽക്ക് പൗഡർ ആട്ടോ. പാലുണ്ടെങ്കിൽ പാൽ ചേർക്കാം. പിന്നെ തണുപ്പ് വേണ്ടവർക്കാണെങ്കിൽ ഐസ് വെള്ളമായിട്ടോ ക്യൂബായിട്ടൊക്കെ ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ 2 ഐസ് ക്യൂബ് ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ജ്യൂസ് കിട്ടുക. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. മധുരം ഇനി അഥവാ ഞാൻ മധുരമായിട്ട് ഇവിടെ ചേർക്കുന്നില്ല, കാരണം ഈന്തപ്പഴത്തിന് നല്ല മധുരം ആയതുകൊണ്ട് തന്നെ അത് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ പിന്നെ അത് ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈന്തപ്പഴം ചേർത്തത്. നല്ലതും അതല്ലേ. അപ്പോൾ ഇതേ ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്ന് കുടിക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. അതാണ് ആളിങ്ങനെ നോക്കണത് അതിലോട്ട് തന്നെ. അപ്പോൾ ഞാനൊന്ന് എടുത്തിട്ട് കാണിച്ചു കൊടുക്കലാണ്. അപ്പോൾ അവന് അതിലോട്ട് നോക്കിയിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് സൂപ്പറാണെന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതേ നമ്മൾ അടിച്ച് വരാൻ വേണ്ടി വരല കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ആകെ പൊടി പടലങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നതാണ് നമ്മുടെ ലിവിംഗ് റൂം. അപ്പോൾ ഞാൻ ദേ മൊത്തത്തിലൊന്ന് അടിച്ച് വാരി എടുക്കലാണ്. നന്നായിട്ട് തന്നെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും അതിനിടയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട് പോയിട്ടോ, കാരണം മറന്നു പോയതാ തോന്നുന്നു. ഫാനൊന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഫാനിൽ നിറയെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചൂല് വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് അതായത് ഞാൻ ഏതോ ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടായിരുന്നു. ഈ ഫാൻ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഈ മാറാലത്തട്ടി ഉണ്ടല്ലോ അത് അതിലിങ്ങനെ പതുക്കി ഇങ്ങനെ വെച്ച് കൊടുത്താൽ അതിൻ്റെ പൊടികളൊക്കെ ഇങ്ങനെ പോരുന്നത്. അതുപോലെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആ ഫാൻ കറങ്ങിയതും അതുപോലത്തെ പൊടികളൊക്കെ എല്ലായിടത്തും പറന്നു പോയിട്ടാണ്. അങ്ങനെ മൊത്തം പൊടികളായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് അത് സക്സസ് ആണ് കേട്ടോ. ആ ഫാൻ അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരും. അതായത് നമുക്ക് ഹൈറ്റിലോട്ട് കയറാൻ പേടിയുള്ളവരാണെങ്കിലും അതുപോലെ അങ്ങനെ കയറാനൊരു സാധനം ഇല്ലാത്തവരാണെങ്കിലും ലാഡറൊന്നും ഇല്ലാത്ത ഒരു വീടാണെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ പരീക്ഷിച്ച് നോക്കാം. പക്ഷേ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം എന്നുള്ളൂ. അതിൻ്റെ വക്കിനെ തന്നെ നോക്കി ചെയ്യണം എന്നുള്ളൂ. അപ്പോൾ ഇതേ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കലാണ് കേട്ടോ. 2 പ്രാവശ്യം, അതായത് നന്നായിട്ട് വെള്ളം കൂട്ടി ആദ്യം തുടക്കുക. അതിനുശേഷം വെള്ളം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളം വലിച്ചെടുക്കുന്ന രീതിയിൽ രണ്ടാമതും തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ട് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ തറയിൽ പറ്റിയിരുന്നല്ല. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം തന്നെ ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള പണി എന്ന് പറയുന്നത് എടുത്ത സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് തന്നെ വെക്കണം എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ തുടച്ചൊക്കെ കഴിഞ്ഞൊന്ന് ഉണങ്ങിയപ്പം നമ്മുടെ ചവിട്ടിയുണ്ട് ആദ്യം വെച്ചത്. അത് കഴിഞ്ഞ് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥാനത്തോട്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് തുടച്ചിട്ട് എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് വെക്കലാണ്. അപ്പോൾ തന്നെ നമ്മുടെ ലിവിങ് റൂം ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഫുൾ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടോ. ഇനി കർട്ടൻസൊക്കെ ഇടണം. അപ്പോൾ ഞാൻ ദേ പ്ലാന്റ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ TV അതിൻ്റെ സ്ഥാനത്തോട്ട് വെച്ചിട്ടുണ്ട്. TV ഞാൻ ഇതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ പൊടിയും കാര്യങ്ങളും അതില്ലായിരുന്നു. ജസ്റ്റ് വീണ്ടും ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കട്ടനൊക്കെ നന്നായിട്ട് തന്നെ ഉണങ്ങി നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കട്ടൻ ഒന്നുകൂടെ കളറൊക്കെ വെച്ച പോലെ ചെളിയൊക്കെ പോയപ്പോൾ പൊടിയൊക്കെ പോയപ്പം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. ഇതുപോലെ കോർത്തെടുത്തിട്ട് വേണം നമ്മുടെ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതും കൂടെ ഇട്ടാൽ നമ്മുടെ ഫുൾ ക്ലീനിങ് ഫുൾ ലിവിങ് റൂം സെറ്റായിട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് തിരിഞ്ഞ് നോക്കണ്ട, ഇനി ബാക്കി പരിപാടിയിലോട്ട് മാത്രം നോക്കിയാൽ മതിയിട്ട്. അപ്പോൾ അങ്ങനെ കർട്ടൻസൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കലാണ്.
അങ്ങനെ ഇത് 2 ജനലിൻ്റെ കർട്ടൻ്റെ ഒക്കെ സെറ്റാക്കി എടുത്തു. അപ്പോൾ ജനലൊക്കെ ഞാൻ തുറന്ന് വെച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറ്റിയൊക്കെ ഇട്ട് പില്ലോസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണം കേട്ടോ. എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്തല്ലേ, അപ്പോൾ അതിൻ്റേതായ രീതിയിലൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പില്ലോസൊക്കെ നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേ മൊത്തത്തിൽ നമ്മുടെ ലിവിങ് റൂം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ ആ ഒരു ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സമാധാനം കേട്ടോ. ഈ ഒരു ഭാഗം കഴിഞ്ഞല്ലോ എന്ന് വെച്ചാൽ ഇനി ബാക്കി നോക്കിയാൽ മതിയല്ലോ നമുക്ക്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ജോലി നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നാളെ അടുത്ത എന്താ പറയുക ക്ലീനിങ്ങും വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോ. ഒരു ഹാർട്ടായാലും കുഴപ്പമില്ല, അതെങ്കിലും നിങ്ങളൊന്ന് എന്താ പറയുക കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമാവും. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രം ഒരുപാട് ആളിലോട്ട് നമ്മളെ വീഡിയോസൊക്കെ എത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ അടുത്തായിട്ട് വരും. അപ്പോൾ അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.